ഇന്നായിരുന്നു ടി സി മേടിക്കാൻ വരാൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഓരോ ക്ലാസ്സുകൾക്കും ഓരോ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു വരാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പോയത് ഡ്രൈവിങ്ങിന് വീട്ടിൽ നിന്നല്ല, ഇന്ന് ഞാൻ ജംഗ്ഷനിൽ നിന്നിട്ടാണ് പോയത്. അതാകുമ്പോൾ എനിക്ക് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ വന്ന് സ്കൂളിലും കയറി അത് ടി സി മേടിച്ചിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴ ആയതുകൊണ്ട് താമസിച്ചാണ് വണ്ടി എടുത്തത്. അതുകൊണ്ട് ഞാൻ തൊട്ടായിരുന്നു ഇന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനായിരുന്നു ആദ്യം ഓടിച്ചത്. പിന്നെ ഈ വണ്ടി കയറുമ്പോൾ എനിക്ക് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, കുറേ കുണിഷ്ട ചോദ്യങ്ങളായിരിക്കും എൻ്റെ മനസ്സിൽ മൊത്തം വരുന്നത്. പിന്നെ എൻ്റെ ചോദ്യങ്ങൾ കേട്ടിട്ടാണോന്ന് എനിക്കറിയത്തില്ല, വണ്ടി ഒതുക്കിയിട്ട് അടുത്ത ആളെ കയറ്റി. പിന്നെ കണ്ണാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വായി നോക്കിയിരുന്നു. 2 മാസമേ വീട്ടിൽ നിന്നുള്ളെങ്കിലും കുറേ മാസങ്ങൾക്ക് ശേഷം സ്കൂളിലോട്ട് ചെല്ലുന്നൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ടി സി മേടിക്കാനാണ് വന്നതെങ്കിലും നമ്മുടെ മെയിൻ ഘടകം അതല്ലല്ലോ, ടീച്ചേഴ്സിനെ എല്ലാം ഒന്ന് കാണുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അതുകൊണ്ട് ടീച്ചേഴ്സിനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ സ്കൂളിനകത്തോട്ട് കയറി ചെന്നപ്പോൾ ദാ നിൽക്കുന്നിട 2 എണ്ണം. ഈ ഫ്രെയിം ഫുള്ളാകണമെങ്കിൽ ഒരാളോട് ഞങ്ങൾ 4 പേരായിരുന്നു ഒരു ബെഞ്ചിൽ 2 വർഷവും ഇരുന്നത്. ആ 2 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ എന്തോരം അടിയിട്ടിട്ടുണ്ട്, എന്തോരം സന്തോഷിച്ചിട്ടുണ്ട്. കുറേ നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ആ ബെഞ്ചിലുണ്ട്. ഞങ്ങളിപ്പം നിൽക്കുന്നത് ബയോളജി ലാബിലാണേ. ഞങ്ങൾ ബയോളജിക്കാർക്ക് സ്വന്തമെന്ന് പറയാൻ ആ ഒരു സ്ഥലമായിരുന്നു. അവിടെ എന്തോ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമെന്ന് തന്നെ പറയാം. അങ്ങനെ നീണ്ട 5 വർഷങ്ങളാണ് ഒരു സൈനോട് കൂടി ഇവിടെ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും നിൽക്കാമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ടി സി ഇങ്ങോട്ട് തരുമ്പം നമ്മൾ അവിടെ ഉള്ളൊരു ഇതങ്ങ് പോവുകയാണല്ലോ. 2 ദിവസത്തെ കഥകൾ 2 വർഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ 2 മാസത്തെ കഥകൾ ഈ ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത്? പിന്നെ ഇനി എന്തോരം പറയാനുണ്ട്, ഏതാ എടുക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ശീലമായിപ്പോയില്ലേ. അവൾ ടി സി മേടിച്ചോണ്ട് ഓടുമല്ല കേട്ടോ, അവളെ വിളിക്കാൻ വന്നതുകൊണ്ടാണ് അവൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇന്ദു അമ്മ. ഞങ്ങളുടെ 2 വർഷത്തെ ഞങ്ങളെ സഹിച്ച്, ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന്, ഞങ്ങളുടെ എല്ലാ എല്ലാ ഇതിനും ഞങ്ങളുടെ കൂടെ നിന്നത് ഇന്ദു അമ്മയാണേ. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പറയാൻ നമ്മളെ പഠിപ്പിക്കണമെന്നില്ല, അവിടെയുള്ള മിക്ക ടീച്ചേഴ്സിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല പരിചയമാണ്. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, കാരണം 2 വർഷം എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമല്ലല്ലോ. ആ 2 വർഷം ഞങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഇതുണ്ട്, അതേപോലെ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എന്നാ കാണുന്നത് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം കുറേ ടൈം അവിടെ നിന്നിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വേറെ സ്ഥലത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നാളെ കാണാം.